Hello everyone. Income tax income from salary എന്നുള്ള ചാപ്റ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് income from salary യിൽ തന്നെ പുതിയൊരു ടോപ്പിക് ആണ് പറയാൻ പോകുന്നത്. ഇൻകംസ് ഓൺ റിട്ടയർമെന്റ്. ഒരു എംപ്ലോയിക്ക് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എമൗണ്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻകംസ് ആണ് കിട്ടുന്നത്, അതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. When an employee retires from service, he gets the following amounts. ഇത് എന്തൊക്കെയാണ് ആ എംപ്ലോയിക്ക് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് പ്രൊവിഡന്റ് ഫണ്ട്, ദെൻ ഗ്രാറ്റുവിറ്റി, ഏൺഡ് ലീവ് സാലറി, പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ്. ഇത് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് എന്താണെന്നും എത്ര ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യും, അവരുടെ മന്ത്ലി സാലറിയിൽ നിന്ന് കുറച്ച് പോർഷൻ ഓഫ് എമൗണ്ട് എംപ്ലോയർ കളക്ട് ചെയ്യും. ദെൻ റിട്ടയർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഫുൾ ആയിട്ട് ആ ഒരു എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കും. ഇതാണ് പ്രൊവിഡന്റ് ഫണ്ട്. ഇനി പ്രൊവിഡന്റ് ഫണ്ടിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഈസ് ഫുള്ളി എക്സംപ്റ്റ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ട് എംപ്ലോയി എങ്കിൽ ആ എമൗണ്ട് എന്താണ്, ഫുള്ളി എക്സംപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ടാക്സബിൾ പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എക്സംപ്റ്റഡ് ആണ്. എങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സംഷൻ കിട്ടുന്നുള്ളൂ. ഹി വാസ് ഇൻ കണ്ടിന്യൂസ് സർവീസ് ഫോർ 5 years. എംപ്ലോയി 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ട് എന്ത് ചെയ്യുള്ളൂ, എക്സംഷൻ കിട്ടുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് പറയുന്നത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന് എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നാണ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും എന്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, സാലറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തില്ല, ടാക്സ് ഇല്ല, എക്സംപ്റ്റഡ് ആണ്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷനിലേക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, അത് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിലല്ല ടാക്സ് ചെയ്യുന്നത്, അത് ടാക്സ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ്. നമുക്കറിയാം മെയിൻ ആയിട്ട് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ടാക്സിലുള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ആൻഡ് ദി ലാസ്റ്റ് ഹെഡ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പൊ ഇവിടെ അല്ല, സാലറി എന്നുള്ള ഹെഡിലല്ല ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സ് ചെയ്യുന്നത്, അത് ടാക്സ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ്. അപ്പൊ ഇത്രയാണ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രൊവിഷൻസ് പറയുന്നത്. ഫസ്റ്റ് 2 പോയിന്റിൽ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എക്സംപ്റ്റഡ് ആണ്. ദെൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എക്സംപ്റ്റഡ് ആണ്, എങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സംഷൻ കിട്ടുന്നുള്ളൂ, എംപ്ലോയിക്ക് 5 yearsന്റെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ RPFന് എക്സംഷൻ കിട്ടുന്നുള്ളൂ. പിന്നെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ കേസ് 3 സബ് പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ഓൾറെഡി സാലറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തില്ല, ടാക്സ് ഇല്ല, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ആണെങ്കിൽ അത് ടാക്സ് ചെയ്യുന്നത് ഈ ഹെഡിലല്ല, ദാറ്റ് ഈസ് ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിലല്ല, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്. ഇത്രയാണ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രൊവിഷൻസ് പറയുന്നത്. ജസ്റ്റ് തിയറി മാത്രം എന്ത് ചെയ്താൽ മതി, ഓർത്തു വെച്ചാൽ മതി. കാര്യമായിട്ട് ഇതിൽ നിന്ന് പ്രോബ്ലം ഒന്നും വരാനുള്ള ചാൻസ് കുറവാണ്. നെക്സ്റ്റ് ആണ് ഗ്രാറ്റുവിറ്റി. എംപ്ലോയി ചെയ്ത സർവീസസിന് എംപ്ലോയർ എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഇനി ഗ്രാറ്റുവിറ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയെന്ന് നോക്കാം. ഗ്രാറ്റുവിറ്റി ഗവൺമെന്റ് എംപ്ലോയിക്കും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് എംപ്ലോയിക്കും ഡിഫറൻസ് ഉണ്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം അല്ലെ, ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്തുണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ല, ഫുൾ എമൗണ്ടും എന്താണ്, എക്സംഷൻ കിട്ടുന്നു. നെക്സ്റ്റ് നോൺ ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസിൽ എങ്ങനെയെന്ന് നോക്കാം. ഈ നോൺ ഗവൺമെന്റ് എംപ്ലോയി തന്നെ 2 കാറ്റഗറി
കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കവർ ചെയ്യുന്ന കേസിൽ, ദെൻ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കവേർഡ് ചെയ്യാത്ത കേസിൽ, അങ്ങനെ 2 കേസ് ഉണ്ട്. അത് നോക്കാം. ഫസ്റ്റ് വരുന്നത് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972ന്റെ കവർ ചെയ്യുന്ന കേസിൽ എങ്ങനെയാന്ന് നോക്കാം. ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. താഴെ 3 പോയിന്റ് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണ് നോക്കുക, അതാണ് എന്ത് എക്സംഷൻ എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കുക, 15 days സാലറി, 15 ദിവസത്തെ സാലറി കാണുന്നത് നമ്മൾ 15 ഡിവൈഡ് ബൈ 26 ആണ് കേട്ടോ, ഇൻറ്റു സാലറി എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ, തന്നിട്ടുണ്ടായിരിക്കും, എത്രയാണ് സാലറി തന്നിട്ടുണ്ടായിരിക്കും. ഇനി സാലറി ഇങ്ങനെ കാണുക എന്നുള്ളതും നമുക്ക് പറയാം. അത് നമ്മൾ സാലറി എമൗണ്ട്, സാലറി ഇൻറ്റു 15/26. ഈ 26 എന്നുള്ളത് നമ്മൾ 30 days ആണല്ലോ 1 monthൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഹോളിഡേയ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് 26 ആക്കിയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. അതാണ് 15/26. ഇനി നോക്കുക, ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months. അതായത് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months. ഇതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും വിചാരിക്കാം. അപ്പോൾ ഒരു എംപ്ലോയി റിട്ടയർ ചെയ്യുന്നത് 20 yearsഉം 7 monthsഉം സർവീസിൽ ഇരുന്നിട്ടാണെന്ന് കരുതുക. അതായത് 20 വർഷവും 7 മാസവും എന്ത് ചെയ്തിട്ടുണ്ട്, സർവീസിൽ ഇരുന്നിട്ടാണ് അയാൾ റിട്ടയർ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. അതിൽ 20 years അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. പിന്നെ 7 months ആണ് അല്ലെ, 1 yearൽ കംപ്ലീറ്റ് ഇല്ലേനും 7 മാസമുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 6 മാസത്തിന്റെ കൂടുതലാണെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അത് 1 year ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പൊ ഈ ഒരു കേസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിളിൽ എങ്ങനെയായിരുന്നു, 20 yearsഉം 7 monthsഉം അല്ലെ, 20 വർഷവും 7 മാസവുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സർവീസിൽ വർക്ക് ചെയ്തിട്ടുള്ളത്, സർവീസ് ഉള്ളത് അയാൾക്ക്. അതിൽ 20 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ 7 months ആണ്. ഈ 7 months 6 മാസത്തിന്റെ കൂടുതലാണല്ലോ, അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 21 years എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഇപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ പറയാം, 20 yearsഉം 4 months അല്ലെങ്കിൽ 5 months ആണെന്ന് കരുതുക. 20 yearsഉം 5 months 6 monthsന്റെ താഴെയാണ് അല്ലെ, 6 monthന്റെ കൂടുതലാണെങ്കിലാണ് റൗണ്ട് ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് 5 monthsേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 20 years ആണ്. അപ്പൊ 6 monthsന്റെ കൂടുതലാണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് 1 ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ₹10 lakh. അത് ഫിക്സഡ് ആണ് കേട്ടോ, 10 lakh തന്നെ ആയിരിക്കും എപ്പോഴും. ദെൻ തേർഡ്, ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ്. എംപ്ലോയി എത്രയാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് റിസീവ് ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ട് ആണ് തേർഡ് പോയിന്റിൽ. ഇങ്ങനെ 3 പോയിന്റും എഴുതിയിട്ട് ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് ഏത് എക്സംഷൻ ആയിട്ട് ഗ്രാറ്റുവിറ്റിയിൽ കിട്ടുന്നത്. ഇനി ഇവിടെ സാലറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കുക, നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരുന്നു അല്ലെ, 15 days സാലറി എന്ന് പറഞ്ഞു. അവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസും കൂടി ആഡ് ചെയ്തതാണ് സാലറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വെറും ബേസിക് പേ മാത്രമല്ല കേട്ടോ. ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസും ശ്രദ്ധിക്കുക, ഡിയർനെസ് അലവൻസ് ഏതാണെങ്കിലും എടുക്കാം. നമ്മളിപ്പോ HR-ന്റെ കേസിലും അതുപോലെ തന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കേസിലൊക്കെയും പറഞ്ഞിരുന്നു, ഡിയർനെസ് അലവൻസ് വെറും ഡിയർനെസ് അലവൻസ് വന്നിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഡിയർനെസ് അലവൻസ് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഡിയർനെസ് അലവൻസ് ആസ് പെർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതല്ലെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ എടുക്കാം. അപ്പൊ ഇത്രയാണ് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 വരുന്നത്. എക്സംഷൻ എമൗണ്ട് കണ്ടെത്താനുള്ള 3 പോയിന്റ്സ്. ഈ 3 പോയിന്റിലും ഓരോ എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിലെ ലീസ്റ്റ്, അതായത് ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. ഇനി നോട്ട് കവേർഡിന്റെ കേസിൽ എങ്ങനെയെന്ന് നോക്കാം. നോട്ട് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ശ്രദ്ധിക്കുക, ഇതിലും 3 പോയിന്റ് തന്നെയാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നു. കവേർഡിലും നോട്ട് കവേർഡിലും ഫസ്റ്റ് പോയിന്റ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയുള്ള സെക്കൻഡും തേർഡും പോയിന്റ് സെയിം ആണ്. നോക്കുക, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് 1/2 month salary based on average salary for 10 months immediately preceding the month of retirement for every completed year of service.
ശ്രദ്ധിക്കുക, ഇവിടെ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് മാത്രമേ ഉള്ളൂ, ഓർ പാർട്ട് thereof in excess of 6 months എന്നില്ല. ഇവിടെ നമ്മൾ എത്രയാണോ കംപ്ലീറ്റ് ചെയ്ത ഇയർ അത് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ മന്ത്സ് 6 മാസത്തിന്റെ കൂടുതലാണെങ്കിലും എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യുന്നേ വേണ്ട. റൗണ്ട് ചെയ്തിട്ടൊന്നും ഇവിടെ എടുക്കാൻ പാടില്ല. റൗണ്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നത് ഏത് കേസിൽ മാത്രമേ ഉള്ളൂ, കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഫസ്റ്റ് പോയിന്റിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മാത്രമേ ആണെങ്കിൽ അത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇവിടെ എങ്ങനെയാണ് ഫസ്റ്റ് പോയിന്റിലെ എമൗണ്ട് കാണുന്ന പറഞ്ഞിട്ടുള്ളത്, റിട്ടയർ ചെയ്യുന്നതിന്റെ മുന്നത്തെ 10 മാസത്തെ ആവറേജ് സാലറി അതിന്റെ ഹാഫ്, അതായത് 1/2. ശ്രദ്ധിക്കുക, റിട്ടയർ ചെയ്യുന്ന ആ മാസം കൂട്ടില്ല കേട്ടോ, ആ മാസത്തിന്റെ തൊട്ട് ബാക്കിലുള്ള 10 മാസങ്ങളിലെ ആവറേജ് സാലറി, അതായത് ആ 10 മാസത്തെ സാലറി കൂട്ടുക, അങ്ങോട്ട് ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 10 മാസത്തെ ആവറേജ് പറയുമ്പോൾ ആ ടോട്ടൽ 10 മാസത്തെ സാലറി ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ 10, അതിന്റെ 1/2 ആണ് എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് പോയിന്റിൽ കാണേണ്ടത്. ദെൻ ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു കേസിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു എംപ്ലോയി 20 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 20 ഇയേഴ്സും 7 months ആണെന്നും കരുതുക. ഇയാളെ കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല, 6 മാസത്തിന്റെ കൂടുതലാണെങ്കിൽ പോലും എത്ര ഇയർ എടുക്കുള്ളൂ, 20 മാത്രമേ എടുക്കുള്ളൂ. കാരണം ഇവിടെ പറയുന്നത് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് 6 മാസത്തിന് കൂടുതലാവുമ്പോൾ റൗണ്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ ഇവിടെ പറയുന്നില്ല. സോ കംപ്ലീറ്റ് ചെയ്ത ഇയർ ഓഫ് സർവീസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി സാലറി കാണേണ്ടത് റിട്ടയർ ചെയ്യുന്നതിന്റെ മുന്നത്തെ 10 മാസങ്ങളിലെ ആവറേജ് സാലറിന്റെ 1/2. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് സെയിം ആണ്, ₹10 lakh. ദെൻ തേർഡ് പോയിന്റ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ദെൻ ഇവിടെ സാലറി എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യണം, 10 മാസത്തെ ആവറേജ് സാലറി ഒക്കെയും കാണണം അല്ലെ. ഇവിടെ സാലറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്. ശ്രദ്ധിക്കുക, ഡിയർനെസ് അലവൻസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ പറയുന്നത് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ കമ്മീഷനും എടുക്കാം. കമ്മീഷനും എങ്ങനെയാണെങ്കിലും എടുക്കാൻ പാടുള്ളൂ, ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ ആണെങ്കിൽ. ഫിക്സഡ് കമ്മീഷൻ, വെറും ഫിക്സഡ് കമ്മീഷൻ ആണെങ്കിൽ വെറും കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യില്ല. ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ ആണെങ്കിൽ മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഗ്രാറ്റുവിറ്റിയുടെ കേസിൽ 2 എംപ്ലോയീസിന്റെ ഡിഫറൻസ് ഉണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്തില്ല, കണ്ടീഷൻസ് ഒന്നുമില്ല, അവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഫുൾ എമൗണ്ടും എക്സംഷൻ കിട്ടും നമുക്ക്. പിന്നെ നോൺ ഗവൺമെന്റ് എംപ്ലോയിയിൽ തന്നെ 2 കാറ്റഗറി വരുന്നുണ്ട്, കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 നോട്ട് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അല്ലെ. ഇതിൽ തന്നെ ഫസ്റ്റ് പോയിന്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ, ബാക്കിയുള്ള സെക്കൻഡും തേർഡും പോയിന്റ് എന്ത് തന്നെയാണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് 10 lakh ആണ്, തേർഡ് പോയിന്റ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ്. ദെൻ ഫസ്റ്റ് പോയിന്റിലാണ് ഡിഫറൻസ് വരുന്നത്. എങ്ങനെയാണ്, കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഫസ്റ്റ് പോയിന്റ് വരുന്നത് 15 days സാലറി എന്നാണ് വരുന്നത്. അതായത് 15/26 ഇൻറ്റു എത്രയാണോ സാലറി എന്നുണ്ടെങ്കിൽ അത്, ദെൻ ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇനി 6 മാസത്തിന് കൂടുതലാണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 1 year ആക്കിയിട്ട് എടുക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇനി ഇവിടെ എങ്ങനെയാണ്, നോട്ട് കവേർഡ് ബൈ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 റിട്ടയർ ചെയ്യുന്നതിന്റെ ബാക്കിലെ 10 മാസത്തെ ആവറേജ് സാലറി ഇൻറ്റു 1/2, ദെൻ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് അതും കൂടി എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ഇനി 2 കേസിലും സാലറി എന്ന് പറയുന്നത് എന്താണ്, 2 രീതിയിലാണ് കാണുന്നത് അല്ല. കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസും, ഇത് 2 മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അതിൽ ഡിയർനെസ് അലവൻസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഇനി ഇവിടെ നോട്ട് കവേർഡിൽ എങ്ങനെയാണ്, സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ പ്ലസ് കമ്മീഷൻ ടേൺ ഓവർ ആണെങ്കിൽ മാത്രം. ഇത്രയാണ് ഗ്രാറ്റുവിറ്റിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഗ്രാറ്റുവിറ്റി എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.